കീഴുട്ട് ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറാണ് ഗതാഗത മന്ത്രിയുടെ കസേരയിൽ. പത്തനാപുരം ടൗണിലൂടെ KSRTC ബസ് ഓടിച്ച ലാഘവത്തോടെ LDF സർക്കാരിൽ ഗണേഷിന് വകുപ്പ് ഓടിച്ചു പോകാനാകും. നോക്കാം. വണ്ടി ഓടിക്കുന്നതൊക്കെ കൊള്ളാം. മന്ത്രിക്ക് പക്ഷേ ഡ്രൈവറുടെ സീറ്റ് മാത്രമാണ് സ്വന്തം. റൂട്ടും സ്റ്റോപ്പും ഒക്കെ നോക്കി ബെല്ലടിക്കാൻ സർക്കാരുണ്ട് ഇവിടെ. ഇടയ്ക്ക് കൈ കാണിച്ചു പരിശോധിക്കാൻ പാർട്ടിയുമുണ്ട്. ജനപ്രിയമെന്ന് കരുതുന്ന ഒരു പ്രഖ്യാപനവും KB ഗണേഷ് കുമാറിന് ഒറ്റയ്ക്കെടുക്കാനാവില്ല. ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, അത് നയപരമായ തീരുമാനത്തിനെടുക്കും. ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു. ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ അനുവദിക്കില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം, ലാഭകരമല്ലാത്ത റൂട്ടുകളുടെ വെട്ടൽ, വാഹനങ്ങളുടെ ദുരുപയോഗം തടയൽ, അങ്ങനെ എത്രയെത്ര പദ്ധതികളാണ് ഉള്ളത്. അനധികൃതമായി ഓടുന്ന ആംബുലൻസുകൾ തടയും. ആംബുലൻസ് ലൈസൻസ് വേണം. കുറേ അധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗം KSRTC മുന്നോട്ട് പോയി. ഒരു പുതിയ ആശയം. കേരളത്തിലെ തൊഴിലെതിരായ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ അവരൊരു സ്റ്റാർട്ടപ്പായിട്ട് വരിക. അവർക്ക് നമ്മൾ എഞ്ചിൻ കൊടുക്കും, പാർട്സ് കൊടുക്കും, ലേബർ മാത്രം അവർ അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി റീകണ്ടീഷൻ ചെയ്ത് തരണം. സ്പേസും നമ്മൾ കൊടുക്കും. ഇതുപോലെ ഒട്ടേറെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഇലക്ട്രിക് ബസ് ലാഭകരമല്ല എന്ന ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം. വില കുറഞ്ഞ ഈ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതിലേക്ക് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ ഇലക്ട്രിക് ബസിന്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താണ്. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പൊ നാട്ടിൽ ഇഷ്ടം പോലെ വണ്ടി കാണും. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ പറ്റുമോ? 1 കോടി രൂപയാണ് ഒരു വണ്ടിയുടെ വില. 1 കോടി രൂപ അടുത്തായി 99 98 ആണ് വില. ആ വിലയ്ക്ക് 4 പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം, ഡീസൽ വണ്ടിയാണെങ്കിൽ. അതാകുമ്പോൾ മലയോര പ്രദേശം, ഇതിപ്പോ നമുക്ക് പൊന്മുടിക്ക് പോകാൻ പറ്റുമോ? ഇത് പൊന്മുടിക്ക് പോകാൻ പറ്റില്ല, ഇവിടെ കിടന്നോളാനില്ലേ. KSRTCയുടെ നടത്തിപ്പിനെ കുറിച്ച്, അതിന്റെ ലാഭത്തിനെ കുറിച്ച്, നഷ്ടത്തിനെ കുറിച്ചൊക്കെ KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുണ്ട്, ധാരണയുണ്ട്. പക്ഷേ സർക്കാരിനുമുണ്ട് അതിൻ്റെതായ ധാരണ. നമുക്ക് ഈ കണക്ക് എങ്ങനെയാണോ എന്ന് നോക്കാം. KSRTCയുടെ തന്നെ കണക്കനുസരിച്ച് ഡീസൽ ബസ് ഓടുന്നത് 38 രൂപ 80 പൈസ നഷ്ടത്തിലാണ്. അതായത് ഡീസൽ ബസിന്റെ നഷ്ടമാണ് 38 രൂപ 80 പൈസ. ഇലക്ട്രിക് ബസ് ആകട്ടെ ലാഭത്തിലാണ്. 1 കിലോമീറ്റർ ഇലക്ട്രിക് ബസ് ഓടുമ്പോൾ 46 രൂപയാണ് വരുമാനം. വൈദ്യുതി ചാർജ്, K-സ്വിഫ്റ്റിനുള്ള വാടക എന്നിവയൊക്കെ അടക്കം ചെലവ് 26 രൂപ മാത്രമാണ്. അതായത് 46 രൂപ വരുമാനം വരുമ്പോൾ ചെലവ് 26 രൂപയാണ്. 20 രൂപ അവിടെ ലാഭം. യാത്രക്കാർക്കും ഇലക്ട്രിക് ബസ് തന്നെയാണ് ലാഭകരം. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൽ 10 രൂപ കൊണ്ട് എത്രയോ ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. 2.5 കിലോമീറ്റർ ഓർഡിനറി ഡീസൽ ബസ് ടിക്കറ്റ് ചാർജ് 12 രൂപയാണ്. ഇലക്ട്രിക് ബസ്സിൽ 20 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ആകെ യാത്രക്കാരന്, സാധാരണക്കാരന് ചിലവാകുന്നത് 10 രൂപയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൽ ഈ സിറ്റി സർവീസ് വലിയ തോതിൽ സാധാരണക്കാർക്ക് ഉപകാരമാണ്. പക്ഷേ അത് മാറ്റും എന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. എന്താണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഈ ലാഭവും നഷ്ടവും ഒക്കെ നോക്കി ഓടാവുന്ന റൂട്ടേ അല്ല KSRTC എന്നത് വസ്തുതയാണ്. പുറം ലോകത്ത് എത്തിക്കാൻ, അല്ലെങ്കിൽ പുറം ലോകത്തേക്കൊക്കെ പോകാൻ, യാത്രകൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ KSRTC ബസ് മാത്രം ആശ്രയമായിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ പലയിടങ്ങളിലുമുണ്ട്. ബസ്സിൻ്റെ സമയത്തിനനുസരിച്ച് അവരുടെ ജീവിത നിഷ്ഠ തന്നെ തീരുമാനിക്കുന്ന ഗ്രാമങ്ങൾ പോലുമുണ്ട്. അവിടെ KSRTCയിലെ S എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന് ശരിക്കും സേവനം എന്ന് തന്നെയാണ് അർത്ഥം. നമുക്കിത് നിലനിൽക്കണ്ടേ?
എന്ന് ഓടണ്ടേ? അത് ആലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 2.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കയിടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വേറെ ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ല, അന്ന് വന്നപ്പം ആൾ കയറാൻ വേണ്ടി ഈ ചെയ്തതാണെന്നാണ് MD പറയുന്നത്. പക്ഷേ അത് നമ്മൾ കണക്ക് നോക്കും. കാരണം ഞാൻ KSRTC യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്ക് കൊടുത്തേക്കുന്ന ഉറപ്പ്, കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം. ഊഹക്കണക്കാണെന്ന് അത് പറ്റൂല. കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓടിച്ചു പോകേണ്ട ഈ സംവിധാനം എന്ന ചോദ്യം ഗണേഷ് കുമാറിന്റെ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 2.5 കൊല്ലം സകലതും കുത്തഴിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ ഇനിയും ഷോക്കടിക്കാൻ തന്നെയാണ് സാധ്യത. ഇലക്ട്രിക് ബസ്സിനായി വാദിച്ച മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പ്രതികരണം ഇനിയും വരാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ആനവണ്ടി KSRTC അത് നന്നായി നടക്കണം. പക്ഷേ ലാഭത്തിൽ വേണമോ, ജനങ്ങൾക്ക് സേവനം എന്ന നിലയിൽ തന്നെ പോകണോ എന്നൊക്കെ ഗണേഷ് കുമാറും സർക്കാരും ഒക്കെ തീരുമാനിക്കട്ടെ.